ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിപ്പോൾ വിഷുബലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഹസ്തനക്ഷത്രത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഹസ്തനക്ഷത്രക്കാർക്ക് വളർച്ചയും മാറ്റങ്ങളും അനുഭവങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. വളർച്ചയും മാറ്റങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ഹസ്തനക്ഷത്രക്കാർ കന്നി രാശിക്കാരാണ്. അവർ എല്ലാ കാര്യങ്ങളിലും വിശദമായി ചിന്തിക്കുന്നവരാണ്. നിരീക്ഷണ ശക്തി വളരെ കൂടുതലാണ്. ശുചിത്വത്തിന് പ്രാധാന്യത്വം കൊടുക്കുന്നവരാണ്. കൃത്യത പാലിക്കുന്നവരാണ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ്. വിശദമായി ചിന്തിക്കുന്നവരാണ്. നിരീക്ഷണ ശക്തി കൂടുതലുള്ളവരാണ്. ശുചിത്വത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കൃത്യത പാലിക്കുന്നവരാണ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ഹസ്തനക്ഷത്രക്കാർ. അവർക്ക് വ്യക്തിപരമായും ഔദ്യോഗികപരമായും വളർച്ചയുടെ വർഷം തന്നെയാണ് ഇത്. അവർ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും. കഠിന അധ്വാനത്തിന് അനുയോജ്യമായ ഫലങ്ങൾ അവർക്ക് ലഭിക്കും. കുടുംബത്തിലും ബന്ധത്തിലും സന്തോഷം ഉണ്ടാവും. കരിയറിൽ മികച്ച മുന്നേറ്റം ലഭിക്കും. ഉയർന്ന ചുമതലകൾ ചിലപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചേക്കാം. വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കാം. സംരംഭകർക്ക് വർഷാന്ത്യത്തിൽ നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സമഗ്രമായി ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കണം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തണം. വരുമാനം സ്ഥിരതയോടുകൂടി വർദ്ധിക്കും. ഭൂമിയും സ്വത്തും ഇതിലൊക്കെ നിക്ഷേപിക്കുന്നത് ലാഭകരമായിരിക്കും. ധനകാര്യത്തിൽ അവർ ഉത്തരവാദിത്വം കാണിക്കും. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഹസ്തനക്ഷത്രക്കാർ ധനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നടത്തുന്നവരാണ്. പല പ്രാവശ്യം ആലോചിച്ച് അവർ കയ്യിൽ നിന്നുള്ള ധനം ചിലവാക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും ഇത്തവണ കുറച്ച് ചിലവുകൾ കൂടുതൽ വന്നേക്കാം. അത് നിയന്ത്രിക്കണം. ഹസ്തനക്ഷത്രക്കാർക്ക് അതൊന്നും നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവർ ദീർഘകാല പദ്ധതികൾ രൂപീകരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ടാവും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ല പുരോഗതി ഉണ്ടാവും. ബന്ധത്തിൽ സമതുലിതമായ സമീപനം പാലിക്കേണ്ടി വരും. കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുക. എല്ലാത്തിലും മനസ്സിലാക്കലും സഹകരണ മനോഭാവവും പുലർത്തുക. ശരീരസുഖം, നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഉത്കണ്ഠ ഒഴിവാക്കണം. പോഷകാഹാരം ആസ്വദിക്കുക. റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തുക. യോഗയും ധ്യാനവും ശ്രദ്ധിക്കുക. യോഗയും ധ്യാനവും ശ്രദ്ധിച്ച് ചെയ്യുക. അത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ക്ഷമയും സഹനവും പാലിക്കുക. ആത്മവിശ്വാസം പുലർത്തുക. ആലോചിച്ച് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. സമയത്തെ നിങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗ്രഹങ്ങളൊക്കെ നല്ല നിലയിലാണ്. നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് 2025. ഹസ്തനക്ഷത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ വർഷം ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ പ്രവചിക്കാം. ഹസ്തനക്ഷത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ വർഷം ഉണ്ടാവില്ല എന്ന് തന്നെ പ്രവചിക്കാൻ സാധിക്കും.